പതിവ് പോലെ കുളിച്ചൊരുങ്ങി റെഡിയായി ഡ്യൂട്ടിക്ക് പോവാണ് കേട്ടോ. ഇന്ന് ലോക്കൽ റൂട്ടാണ് ഓടുന്നത്. പോകുന്ന വഴിക്ക് ഒരു ചെറിയ ചായയൊക്കെ മേടിച്ച് കുടിച്ച് ഇങ്ങനെ യാത്ര തുടങ്ങും. അങ്ങനെ സമയം പോയൊന്നും അറിഞ്ഞില്ല. സമയം ഇപ്പോൾ ഏകദേശം 7:30 ആവുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് തിരിച്ചെത്തി. ഇനി വർക്കൗട്ടിനൊക്കെ പോകണം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായി വർക്കൗട്ടിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പോയിട്ട് വന്നിട്ട് വേണം കുക്ക് ചെയ്യാൻ. അങ്ങനെ കുക്കിംഗ് ഒക്കെ ആയിട്ട് കിച്ചണിൽ ഇങ്ങനെ ഓടുകയാണ്. കിച്ചണിൽ ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളോട് ഇച്ചിരി അഭിമാനമൊക്കെ തോന്നും കേട്ടോ. എനിക്ക് തീരെ പറ്റാത്തത് ഈ ഒരു സംഭവമാണ്, ഉള്ളിയരിയുക. ശരിക്കും കരഞ്ഞ് പണ്ടാരം അടങ്ങിപ്പോയി. അങ്ങനെ നല്ല പാചകവും കാര്യങ്ങളൊക്കെ ആയി. സമയം ഇപ്പോൾ ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനിന്ന് വെക്കുന്നത് പരിപ്പറി കേട്ടോ. നമ്മുടെ പത്തനംതിട്ട ഭാഗത്ത്, കൊല്ലം ഭാഗത്തൊക്കെ പരിപ്പറി എന്ന് പറയുമ്പോൾ നമ്മുടെ സദ്യയുടെ കൂടെ കിട്ടുന്ന പരിപ്പറി ഉണ്ടല്ലോ, ചെറുപയർ കറി. അതാണ് നമ്മുടെ പരിപ്പറി കേട്ടോ. നമ്മൾ അങ്ങനെയല്ലേ പറയാ. പക്ഷെ നമ്മുടെ ഈ തൃശ്ശൂർ ഭാഗം, കണ്ണൂർ, അവിടെയൊക്കെ പരിപ്പറി എന്ന് പറയുന്നത് നമ്മൾ ഈ സാമ്പാറിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള പരിപ്പുണ്ടല്ലോ, അതാണ് പരിപ്പറിയായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പക്ഷേ ശരിക്കും അതാണ് പരിപ്പ് കറി. നമ്മൾ ഈ ചെറുപയർ കറിയാണ് പരിപ്പറിയായിട്ട് പറയുന്നത്. എന്നെ കുറേ പേര് കളിയാക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഇവിടുത്തെ എന്നെ കളിയാക്കുന്നുണ്ട്. പരിപ്പ് കറി എന്ന് പറയുന്നത് ഇതാണ്, അതല്ല എന്ന്. എന്തായാലും നമ്മുടെ പരിപ്പ് കറി ഒരു വേറെ സംഭവമാണ്, അവരുടെ പരിപ്പ് കറിയും വേറൊരു സംഭവമാണ് കേട്ടോ. അത് അടിപൊളിയാണ്. നമ്മൾ സാമ്പാർ, തോരപ്പരിപ്പുണ്ടല്ലോ, സാമ്പാർ, ആ ഒരു സംഭവം. അപ്പോൾ നിങ്ങളൊക്കെ നാട്ടിൽ എന്താ പറയുന്നത് ഇതിനെ? ഇങ്ങനെയൊക്കെ തന്നെയാണോ പറയുന്നത്? അതാണ് ഈ സാധനം. ഇത് വെച്ചിട്ടാണ് നമ്മൾ പരിപ്പറി ഉണ്ടാക്കുക, നമ്മുടെ പത്തനംതിട്ട ഭാഗത്തൊക്കെയുള്ള പരിപ്പറി. അപ്പോൾ സംഭവം ഓരോ നാട്ടിലും ഓരോന്നാണ് പറയുന്നത്. എന്നാൽ നമുക്ക് പരിപ്പറി എന്ന് പറയുമ്പം ഇതാണ് പെട്ടെന്ന് ഓടി വരിക. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്തല്ലേ, ഓരോ നാട്ടിലും ഓരോ സംഭവങ്ങളാണ്.